പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കുണ്ടാക്കാൻ പോകുന്നത് നല്ല ദോശയും മസാലക്കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് എങ്ങനെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനായിട്ട് എങ്ങനെ മാവ് തയ്യാറാക്കാൻ നോക്കാം. അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വയ്ക്കുക. നേരത്തോടെ വെള്ളത്തിലിട്ട് വെക്കണം. ഒരു രാവിലെ തന്നെ ഇട്ടാൽ തന്നെ നല്ലതാണ്. ഉച്ചയാകുമ്പോഴേക്കും കുഴപ്പമില്ല. ഇതിലൊരു 5-6 മണിക്കൂറെങ്കിലും കുതിരണം. അതിനുശേഷം ഒരു വൈകിട്ടോടുകൂടി നേരത്തോടുകൂടി അരച്ച് വയ്ക്കുക. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അരച്ച് വയ്ക്കുക. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിയും ഉഴുന്നും ഒപ്പം ഇട്ട് അരയ്ക്കാനായിട്ട് ശ്രമിക്കണം. എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഒപ്പം വെള്ളത്തിന് ഈ അരിയും ഉഴുന്നും ഇട്ടിട്ട് പാകത്തിന് മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ചേർക്കാനായിട്ട്. അങ്ങനെ നല്ലതുപോലെ അരച്ചെടുക്കണം. പിന്നെ ഈ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തായാലും നമ്മൾ ഇടുമ്പോൾ ഒരു ജാറിനോ 2 ജാറിനൊക്കെ ഉണ്ടാവും. അരി അരച്ചതിന് ശേഷം നന്നായിട്ട് ഒരു പാത്രത്തിൽ എല്ലാ മാവും കൂടെ ഒഴിച്ച് വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി മിക്സ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ കാര്യം. അപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഇങ്ങനെ കുമിളകൾ പോലെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നന്നായി പെട്ടെന്ന് വീർക്കും കേട്ടോ. പിറ്റേ ദിവസം രാവിലെ പിന്നെ ഒരു ഉപ്പിട്ട് ഇളക്കി കൂട്ടി വെച്ചാൽ മതി. ഇതിൽ നന്നായി മിക്സ് ചെയ്യുക. ചേർത്ത് കൊടുക്കണം. ഒരു 2 വാളത്തോളം നമ്മളുടെ ഉച്ചയ്ക്ക് വേവിക്കുന്ന ചോറില്ലേ, അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് വേണം എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല അങ്ങനെ അരച്ച് വെച്ച് നല്ല പിറ്റേ ദിവസം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ പൊന്തിപ്പോവും. അതേപോലത്തെ ദോശ നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇരുമ്പ് ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണയിൽ നമ്മുടെ വാഴയിലെ തണ്ടെടുത്തിട്ടാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കാറുള്ളത്. അത് ഉണ്ടാക്കുന്നത് നല്ലത്. നമ്മൾ പുറത്തൊക്കെ വേണ്ട ഇഷ്ടപോലെ ഇരുമ്പ് ചട്ടിയിലാകുമ്പോൾ എണ്ണ പറ്റുന്നത്. ദോശയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മസാലക്കറിയാണ്. ഉരുളക്കിഴങ്ങ് മസാലയാണ്. അതിനുവേണ്ടി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്നൊക്കെ ഇടും. ഇന്നിപ്പോൾ ഉഴുന്നിട്ടിട്ടില്ല. 2 മണിക്ക് ഉഴുന്നിടാം. പിന്നെ അതിലൂടെ 2-3 പച്ചമുളക് മൂത്തത് നോക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞതിടുക. ഒരു പോറ്റ് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതിടുക. വെളുത്തുള്ളി അധികം മൂക്കരുത് കേട്ടോ. ചെറുതായിട്ട് ഒരു പച്ചമണം അങ്ങനെ ആയാൽ മതി. അല്ലെങ്കിൽ നന്നായി മുരിയും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മുരിഞ്ഞ് കഴിഞ്ഞാൽ. അത് വാടിയതിന് ശേഷം ഒരു പകുതിയോളം സവാള നന്നായി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് ഒരു പൊട്ടുപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൂട്ടുക. നമ്മുടെ മസാലക്കറി റെഡിയാണ്.